കാരണം അദ്ദേഹം തന്നെ സംസാരിക്കാൻ കാരണം അദ്ദേഹം പറയുന്നത് കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വൈകാരികമായി സംസാരിക്കുകയാണ്. കാരണം ഈ അദ്ദേഹം എന്തോ വലിയ കുറ്റം ചെയ്ത രീതിയിലാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് തന്നെ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുതലാരി തരും എനിക്ക്. അല്ല ചേട്ടൻ ഒരു മിനിറ്റ്, ഞാൻ കച്ചവടത്തിന് എടുത്ത വണ്ടിയാ, അതിന്റെ മുതലാരി തരും എനിക്ക്. ഈ പറയുന്ന നാട്ടുകാർ തരുവാ, പറയുന്ന എല്ലാവർക്കും പറയാം. അദ്ദേഹം കാരണം അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പ്രതികരിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, അവർ വന്ന് വണ്ടി ചോദിച്ചപ്പം കൊടുത്തതേ ഉള്ളൂ. ഈ അപകടത്തിൽ മരിച്ച ആളുടെ സഹോദരൻ വിളിച്ച് അദ്ദേഹത്തിനോട് പരിചയമുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. അല്ലാതെ ഇപ്പോൾ എല്ലാവരും ചില ആളുകളെങ്കിലും അദ്ദേഹം എന്തോ വണ്ടി കൊടുത്ത് കുട്ടികളെ കൊന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികതയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നതാണ്. കാരണം നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വാഹനം വാടകയ്ക്ക് കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് അപകടത്തിന് ഒരു ഉത്തരവാദിത്വവുമില്ല. അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ പരിശോധിച്ചപ്പോൾ അത് നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണെന്ന് ആർടിഒ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ചേട്ടൻ്റെ വിഷമം മനസ്സിലാവും. സത്യത്തിൽ ഈ ഒരു സംശയം അതായത് നമ്മുടെ ഒരു ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതെ, നിങ്ങൾ പറ. ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ്. സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി കൊടുക്കുന്ന തെറ്റാന്നാലും പറഞ്ഞിട്ടുണ്ടോ? ഈ ലൈസൻസ് എന്ത് ഉണ്ടാക്കന്മാരെ അവന് ലൈസൻസ് കൊടുത്ത് ഓടിച്ചവന്, അവൻ ലൈസൻസ് കൊടുത്ത് സർക്കാരിന് ഒരു കുറ്റവും ഇല്ല. വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് നോക്കിയിട്ടാണ് ലൈസൻസ് കൊടുക്കാൻ. വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമെന്ന് പരിശോധിച്ചിട്ട് മാത്രം ലൈസൻസ് കൊടുക്കുക. ഇത് പോക്കറ്റിന് അറിയാം പൈസ മേടിച്ചിട്ട് കണ്ടതിന് ലൈസൻസ് എടുത്ത് കൊടുത്തേക്കുക. എന്താ അത് തെറ്റില്ലേ? പിന്നെ ചേട്ടനെ ഓടിക്കാൻ അറിയാമെന്ന് ഓടിച്ചിട്ട് പേരിൽ മാത്രമാണ് ആക്സിഡന്റ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവുന്നത്, നമ്മളൊരു 1000 രൂപ ചേട്ടൻ്റെ ഗൂഗിൾ പേയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്താണ് സംഭവം? ചേട്ടാ, എൻ്റെ വണ്ടി എടുക്കുന്ന സമയത്ത് മുഹമ്മദ് ജബ്ബാർ എന്നോട് പറഞ്ഞ് ഇക്ക ഒരു 1000 രൂപ ഉണ്ട്, എനിക്ക് അക്കൗണ്ടിൽ ഇട്ടതാ, എനിക്ക് കയ്യിലോട്ട് പൈസ ഇട്ടതാ, ഞാൻ ആ ഇക്കാക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം. നമ്മൾ എന്തിനാ മോനെ? ഇക്ക അവൻ്റെ മൊബൈൽ ഓഫാകാറായി, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് ഇച്ചിരി എണ്ണ അടിക്കാനോ ഫുഡ് കഴിക്കാനോ ഇപ്പോൾ കയ്യിൽ വേറെ ക്യാഷായിട്ടില്ല, തരാൻ പറ. അങ്ങനെ ഞാൻ തപ്പി 1000 രൂപ എടുത്ത് കൊടുക്കുമായിരുന്നു. എന്നിട്ട് മറ്റേ കൂടെ 3 പേരാവുന്നു. ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ മേല. എനിക്ക് മുഹമ്മദ് ജബ്ബാറിനെ മാത്രമല്ല ആ പരിചയത്തിൽ കൊടുത്തതാ, അവനെ കണ്ടു കൊടുത്തതാ. അപ്പം കൂടെ ഉള്ള ഒരു പയ്യനോട് പറഞ്ഞാ നീ ഒരു 1000 രൂപ ഇട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇട്ട് വന്നതാ. ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു കുഴപ്പക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് കൊടുത്തു. നല്ല പിള്ളേരായിട്ട് തോന്നി. അല്ല വല്ല വെള്ളം ഒഴിച്ച് നടക്കുന്ന പിള്ളേരാണെങ്കിൽ 1000 രൂപ വെച്ച് നമ്മൾ കൊടുക്കുവോ? വണ്ടിയും കൊടുക്കത്തില്ല. ഇപ്പം ചേട്ടന് വലിയ നഷ്ടം ഉണ്ടായി, ഒരു ചിത്തപ്പേരുമായി. എൻ്റെ കയ്യിലിരുന്ന മുതലും പോയി, ചിത്തപ്പേരുമായി. ഞാൻ നാട്ടുകാരെ കൊല്ലാൻ പറ്റുന്നു ഇത് പറച്ചിൽ പോയി. ഈ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളായിരുന്നു. അതെ, നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ. നമ്മൾ സൂക്ഷിച്ചാൽ നടക്കുന്ന ആ വണ്ടിക്ക്. ആ വണ്ടി വേറെ ആക്സിഡൻറ്റൊന്നും പറ്റിയിട്ടുമില്ല. ഇപ്പം ഈ നഷ്ടപരിഹാരം കിട്ടും. അങ്ങനെ റെന്റ് കൊടുക്കുന്ന വണ്ടിയാണെങ്കിൽ ആ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടേ കൊടുക്കുക. മറ്റുള്ള ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് റെന്റ് കൊടുത്തിരുന്ന വണ്ടിക്കൊക്കെ ഫുൾ കവർ ഇൻഷുറൻസ് ആയിരുന്നു, ബമ്പർ ടു ബമ്പർ ആയിരുന്നു. തട്ടി കഴിഞ്ഞാൽ പൈസ കിട്ടും. മുമ്പ് ഇത്തരത്തിൽ വാഹനം റെന്റിന് കൊടുത്തിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട്. നിർത്തിയത് എന്താ? ഒരു കൊലക്കേസ് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. ഓരോ പ്രശ്നങ്ങൾ എപ്പോഴും പ്രശ്നം നൂലാമാലകളാണ്, അതുകൊണ്ട് മാത്രം നിർത്തിയത്. ഏതൊരു കൊലക്കേസിൽ വാഹനം ഉപയോഗിച്ചു. കൊലക്കേസിൽ എൻ്റെ വണ്ടിയല്ല, നമ്മുടെ ലേറ്റിൻ്റെ വണ്ടിയായിരുന്നു. അത് മാത്രമല്ല, വേറെ വണ്ടി എടുത്ത് പൊളിക്കാൻ കൊണ്ടുപോയി വാടക എടുത്തിട്ട് പൊളിക്കാൻ കൊടുത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വണ്ടി അങ്ങ് വിറ്റുപോയി. വിറ്റ് അങ്ങനെ മൊത്തത്തിൽ നഷ്ടമാണ്. ഈ വീടൊക്കെ കണ്ട അതുകൊണ്ടാണ് കൊടുക്കാൻ കാരണം, ഈ നിർത്താൻ കാരണം അതാ വണ്ടി കച്ചവടത്തിലൊക്കെ തിരിഞ്ഞത്. ഇപ്പൊ ഈ ആർടിഒ ഒക്കെ വിളിച്ചിട്ട് എന്താ ചേട്ടനോട് ചോദിച്ചേ? എൻ്റെ അടുത്ത് ആർടിഒ ഇവിടെ 2 എണ്ണം വന്നിട്ട് പറഞ്ഞു വണ്ടിയുടെ RC ബുക്ക് ഒറിജിനൽ കൊടുക്കാൻ പറഞ്ഞു. ഒറിജിനൽ ഇന്നലെ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു, സൗത്ത് സ്റ്റേഷനിൽ. എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് വേണം, പാസ്ബുക്കിൻ്റെ കോപ്പി എടുക്കാൻ പറഞ്ഞു. പാസ്ബുക്കിൻ്റെ കോപ്പി കൊടുത്തു. പിന്നെ ഗൂഗിൾ പേ ഉണ്ടാന്ന് വെച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞു എനിക്ക് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ന്യൂസിൽ വന്ന് പറഞ്ഞ് ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു 1000 രൂപ പൈസ തന്നിട്ടുണ്ട്. എത്ര പേര് 1000 രൂപ 500 100 ഒക്കെ വെച്ച് തരുന്നുണ്ട്. അത് എല്ലാത്തിനും ഇങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ ഗൂഗിൾ പേ ഉള്ളതല്ലേ, ആരൊക്കെ പൈസ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇപ്പം ആരൊക്കെ വലിയ ഒരു മാനസിക ബുദ്ധിമുട്ടല്ലേ? പിന്നെ അങ്ങനെ വരാതിരിക്കും. പിന്നെ ഇതാണ് കാരണം നമ്മൾ രാവിലെ മുതൽ പറയുന്ന പോലെ അദ്ദേഹം ഒരു നാട്ടിൻപുറത്തെ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു സാധാരണക്കാരനായ ഇത്തരത്തിൽ വർക്ക്ഷോപ്പൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എന്തായാലും ഈ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് ഈ മുഹമ്മദ് ജബ്ബാർ വർഷങ്ങളായി പരിചയമുള്ള ആളാണ്. അനിയന് സിനിമയ്ക്ക് 1 വർഷമായി അല്ല
അതിൻ്റെ 1.5 മാസത്തെ ആ 1.5 മാസത്തെ പരിചയമുള്ള ആളാണ്. അങ്ങനെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിയന് വാഹനം കൊടുക്കണം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനം റെൻറ്റിന് കൊടുത്തത്. ആ റെൻ്റായിട്ടല്ല വാങ്ങിയത്. 1000 രൂപ കുട്ടികൾ ഇവിടെ വന്നപ്പോൾ അവരുടെ ഫോൺ ഓഫായി പോകും, അതുകൊണ്ട് സിനിമയും മറ്റു ആവശ്യങ്ങളുമുണ്ട്, അതുകൊണ്ട് 1000 രൂപ കയ്യിൽ വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അദ്ദേഹം 1000 രൂപ കയ്യിൽ കൊടുത്തു. അതിൻ്റെ പകരമായിട്ടാണ് 1000 രൂപ ഗൂഗിൾ പേയിലേക്ക് അയച്ചു തന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അത് 10,000 രൂപ വരാന്ന് പറഞ്ഞ് ഈ വണ്ടി ആരും റെൻറ്റ് കൊടുക്കുക. ഈ 1000 രൂപ എന്തിനുണ്ട്? 1000 രൂപ മീൻ മേടിക്കാൻ തികയത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികമായ പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാരണം അദ്ദേഹം എന്തോ ബോധപൂർവം തെറ്റ് ചെയ്തു, അപകടം വരുത്തി എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ വരുന്നു. അതിലൊരു ദുഃഖമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് നമ്മളോട്.